തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അച്ഛാ, മോള് പറഞ്ഞത് ശരിയാ. മനസ്സില്ലാതെ വച്ചു നീട്ടുന്ന ആഹാരം കഴിക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്ന. അച്ഛൻ അതൊന്നും ഒരു കാര്യാക്കണ്ട. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ തന്നെ അച്ഛന് ആഹാരം കൊണ്ടുവന്ന് തരാം. അല്ലാത്തപ്പോ വിശപ്പിനെ ഓർത്ത് മനസ്സിനെ അടക്കി വെച്ചാ മതി. ദാ അച്ഛാ, കഴിക്ക്. ഇനി മോള് പൊയ്ക്കോ. ഇന്ത്യന് ആഹാരം കൊടുക്കാനുള്ളതല്ലേ, ഇത് ഞാൻ കഴിച്ചോളാം. ശരി അച്ഛാ. അവൻ നന്നാവൂലതികെ. എന്തെല്ലാം ജോലികൾ, എന്തൊക്കെ സ്ഥാപനങ്ങൾ, കുറെ കാശും കാലവും കളഞ്ഞത് മിച്ചം. ഒടുവിലിപ്പോ കളിച്ച് കളിച്ച് കിടപ്പാടാൻ വരെ ഇല്ലാതാക്കി. എല്ലാം ഞങ്ങളുടെ വിധിയേട്ടാ. ചീരും മകനും തിരിച്ചു വന്നോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനി സമാധാനമായിട്ട് ജീവിക്കാന്ന് ആശിച്ചത്. സമാധാനം അതീ ജന്മത്തിലുണ്ടാവില്ല. അതെ, ചീരു ഈ വിവരം അറിഞ്ഞ എന്തൊക്കെ പുകില ഉണ്ടാവുന്ന ധാരണയുണ്ടോ? എനിക്ക് ആ കുട്ടികളുടെ മുഖം ഓർക്കുമ്പോ സങ്കടം തോന്നുക. സ്വന്തം അച്ഛന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവര് വഴിയാധാരാകാൻ പോവാ. ഓടാ അവിടുന്ന്. എന്റെ മാമ കടയിലെ കച്ചവടവും അലച്ചിലും കഴിഞ്ഞു വീടെത്തിയ അത്താഴവും കഴിച്ച് സന്തോഷമായി എന്റെ പിള്ളേരെയും കെട്ടിപ്പിടിച്ച് കിടക്കാനാ ഞാൻ ഈ ഓടിപ്പാഞ്ഞു വരുന്നത്. അപ്പൊ നടവാതിക്കൽ നിന്ന് ഇമാതിരി ഗുണ്ടായസം കാണിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താമേ പ്രശ്നം? എടാ, ഇനിയിപ്പോ മോന് വല്ലതും എന്താമേ എന്താന്ന് പറ. അയ്യോ എന്റെ മോനെ, നിങ്ങൾക്ക് എന്താണ് മനുഷ്യ പ്രാന്തോ? ഈ വീടിന്റെ ഏക പ്രശ്നം നീ ഒറ്റയൊരുത്തനാ. മറ്റുള്ളവരുടെ മുമ്പിൽ മിടുക്കനാവാൻ മക്കളെന്ന് പറഞ്ഞ് തേനൊലിപ്പിച്ച് നടക്കുന്ന നല്ല സ്നേഹം. സ്വന്തം സന്തോഷം മാറ്റിവെച്ച് മുണ്ട് മുറുക്കി നിശബ്ദമായി നൽകുന്ന കരുതൽ ഒരു അച്ഛന്റെ സ്നേഹം. ഇതിപ്പോ ഓട്ടോന്റെ പുറകിൽ എഴുതി വെക്കാലോ. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത് അത് പറ. മക്കളോടും കുടുംബത്തിനോടും സ്നേഹമുള്ള ആരെങ്കിലും സ്വന്തം വീടിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെക്കോടാ.
നിനക്കെപ്പോഴും നിന്നെ മാത്രം സ്നേഹിക്കാൻ അറിയൂ, അന്നും ഇന്നും. അപ്പൊ ഇതായിരുന്നു കാര്യം. അമ്മേ, നിങ്ങളോട് ചോദിക്കാതെ ഞാനത് ചെയ്തു എന്നുള്ള കാര്യം സത്യം. പക്ഷേ എന്റെ മുമ്പിൽ അല്ല, നമ്മുടെ മുമ്പിൽ വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നോ?